ഒരു ടെൻഷൻ വന്നു. കാരണം എനിക്ക് ഇനിയും വീട്ടിലേക്ക് തിരിച്ചു പോരാ എന്നുള്ളൊരു ആകാംക്ഷയിൽ വന്നിട്ട് ഡോക്ടർ അവിടെ പിടിച്ച് എന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിതാ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞാനും ഇപ്പം എൻ്റെ കൂടെ വേറെ ഒരാളോടി ഉണ്ട്, എൻ്റെ കുഞ്ഞു മോനും. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ച കാര്യമാണ്, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് പറയുമോ, ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഹോസ്പിറ്റൽ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നോ, സി സെക്ഷൻ ആയിരുന്നോ, അങ്ങനെ കുറേ മെസ്സേജുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഫ്രീ ആയി. ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളും കൂടി ഉണ്ടല്ലോ എൻ്റെ കൂടെ, അപ്പോൾ അതുകൂടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത്. അപ്പം ഞാൻ ഓരോന്ന് സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ എൻ്റെ സ്റ്റോറി പറയാം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് 4-ാം തീയതിയാണ്. ഡിസ്ചാർജ് ചെയ്തപ്പോൾ തീരെ നിൽക്കാനല്ല, നല്ല സൈഡിൻ്റെ പെയിൻ ഉണ്ട്. അപ്പോൾ അത് നിൽക്കണം, നമുക്ക് വേഗം മാറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. സിംഗപ്പണ്ണാവില്ല ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, എനിക്ക് 3-ാം തീയതി 2-ാം തീയതി ആയിട്ട് ചെറുതായിട്ട് പെയിന് തുടങ്ങിയിരുന്നു. പെയിൻ എന്ന് പറയുന്നത് അത്ര കാടിനുള്ള പെയിനൊന്നല്ല, ജസ്റ്റ് എൻ്റെ ബാക്കിന്ന് എന്താ പറയുക, ഇങ്ങനെ ചെറുതായിട്ട് പെയിന് തുടങ്ങി. പിന്നെ എന്താ പറയുക, ഊരുമെന്ന് ഭയങ്കരമായിട്ട് കനം ഫീൽ ചെയ്ത്, പിന്നെ അടിവയറിന് കുറച്ച് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, വജൈനൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് ചെറിയ പെയിനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ഡൗട്ട് വന്ന് എന്താക്കണം പെയിൻ വന്നപ്പോൾ. പിന്നെ എനിക്ക് എന്താ പറയുക, സമയം ഇങ്ങനെ അടുക്കണതിനനുസരിച്ച് എനിക്ക് പെയിൻ്റെ സമയം കൂടി വന്നു. പിന്നെ കൺട്രാക്ഷൻ കൂടി. അങ്ങനെ ഇതെല്ലാം ആയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് 2 ഉമ്മാരോട് ഇങ്ങനെ സംശയം ചോദിച്ച് എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ പെയിനിട്ട് കൂടുന്നില്ല, അതാണ് രസം. നമ്മൾ പെയിന് കൂടി കഴിഞ്ഞാലാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. പക്ഷേ എനിക്ക് പെയിന് കൂടുന്നില്ല. എന്താ പറയുക, കുറച്ച് പെയിൻ വരും, പിന്നെ പോവും, പിന്നെ ഒരു കുഴപ്പമില്ല, കുറേ നേരത്തേക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും 2 ഉമ്മാരും പിന്നെ ഹസ്ബൻഡോട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു നമുക്ക് എന്തായാലും വേണ്ടത് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന്. അപ്പോൾ ഗൈസ്, എനിക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ചെറിയൊരു പെയിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നൈറ്റൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഊരമെന്ന് ഇങ്ങനെ വേദന വരിക, പോവുക, പിന്നെയും പെയിന് വരിക, പിന്നെയും പോവുക. പിന്നെ ഈ അടിവയറിൻ്റെ ഭാഗത്തൊന്നും ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മോർണിംഗ് തൊട്ടിട്ട് എനിക്ക് ആ വേദന വന്നു പോവുക. അപ്പോൾ ഇപ്പോഴും എനിക്കിതാ ഊരമെന്ന് നന്നായിട്ട് പെയിൻ ഉണ്ട്. എന്താ പറയുക, കുറച്ച് നേരം വേദന ഉണ്ടാവും, പിന്നെ ഒരു 10 മിനിറ്റിനേക്ക് ഓക്കെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് പിന്നെയും 5 മിനിറ്റിനേക്ക് വേദന വരും, പിന്നെയും പോവും. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, ഞാൻ എൻ്റെ രൂപ ഡോക്ടർ ഒപിയിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും പെയിൻ കുറച്ചുണ്ടല്ലോ, അപ്പോൾ എന്തായാലും എന്നോടൊന്ന് ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ തിരിച്ച് വരുമോ, അവിടെ അഡ്മിറ്റ് ആക്കുമോ ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം, എന്തിൻ്റെ വേദന ആണെന്ന് അറിയാലോ. ഫയലൊക്കെ എടുക്കണം, ആ ഫയലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് ആണോ അത് മറന്നു പോയത്. എത്ര വേദന വന്നിട്ട് പോകണല്ലോ, നമ്മൾ മാറ്റി സുന്ദരിയൊക്കെ ആയിട്ട് കേട്ടോ പോവാം. നേരെ എന്നോട് ലേബർ റൂമിൽ കണ്ടോ കയറാൻ പറഞ്ഞാൽ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പെയിന്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പെയിൻ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലവരൊക്കെ പറയുന്നേക്കളുടെ നല്ലോണം പെയിൻ ഒറ്റയടിക്ക് വരിക ചെയ്യാൻ. പക്ഷെ എൻ്റെ പെയിൻ അങ്ങനെയല്ല. എനിക്ക് എന്താ പറയുക, പെയിന് വരും, പോവും. ആ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഒരു കുഴപ്പമില്ല, ഇനി ഹോസ്പിറ്റലിൽ പോകണ്ടാന്ന്. പക്ഷെ പിന്നെ ആ പെയിന് അധികമായിട്ട് വരിക. ഇപ്പം ഞാൻ നല്ല നോർമലാണ്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പെയിന് വരും. ഉമ്മയൊക്കെ ഇപ്പോൾ മാറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മനെ വിളിച്ച് പറഞ്ഞിരിക്കണം വരാൻ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. മമ്മി ഫ്ലാസ്ക് ഒന്ന് സെറ്റപ്പ് ഒക്കെ എടുത്തിട്ടാ വന്ന്, കാറും തിരിച്ചു പോരാളത്തില്ല. ഗൈസ്, ഞാൻ പ്രസവിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ നിങ്ങളെ തീരുമാനം. ആൺകുട്ടികളെ വേദന പെൺകുട്ടികളെ വേദന വേറെ ഒന്നുണ്ട്. ഉമ്മക്ക് ബാക്കി 3 പെൺകുട്ടികളുടെ എങ്ങനെ വേദന വന്ന് നിക്കാത്ത വേദന? എനിക്ക് അങ്ങനല്ല, എനിക്കിങ്ങനെ വന്നും പോയും കളിക്കുക. പക്ഷെ ഇപ്പൊ ഊരവേദന പെർമനന്റാ. ഇടത്തെ ഭാഗത്ത് ഊരവേദന എനിക്കുണ്ട് ഇപ്പൊ. പക്ഷെ എനിക്ക് സഹിക്കാനാവാത്ത വേദന ഒന്നുമില്ല. എനിക്ക് താങ്ങാനാവുന്നുണ്ട്. ഒന്നാമത് പീരിയഡ്സിന്റെ വേദന നമ്മൾ ഒരു പരിധി വരെ സഹിക്കുന്നതാണല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് താങ്ങാനാവുന്ന വേദന. എക്സസൈസ് ചെയ്ത് വേദനാണോ ഇന്നലെ അടിച്ച് തിരുമ്പി വേദന വരട്ടെ 2 വീരിയൊക്കെ ഇന്നലെ ഞാൻ തിരുമ്പിക്കുന്നത്.
വീഡിയോ ആരും എടുക്കണമല്ലോ, ഞാൻ തന്നെ എടുക്കും. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണ് 4-ാം തീയതി ഈവനിങ് ആയപ്പോൾ നോർമലായിട്ട് ഞാൻ നല്ല കൂളായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. കാരണം എനിക്ക് അതിന് മാത്രം പെയിനോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നല്ല കൂളായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ എത്തി അവിടെ കാണിക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഏതായാലും മീൻസ് എൻ്റെ ഡേറ്റ് എനിക്ക് പറഞ്ഞത് 10-ാം തീയതിയിലാണ്, ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് 4-ാം തീയതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അതിനത്ര സമയമല്ല, നമ്മൾ വെയിറ്റ് ചെയ്യാൻ മാത്രം, എന്തായാലും ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് എന്താ പറയുക, ഈ പെയിൻ ഇങ്ങനെ വന്നപ്പോൾ ബേബി ഓക്കെ അല്ലേ, ബേബിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോരാന്ന്, കൂളായിട്ട് പെട്ടെന്ന് കാണിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് ഞാൻ. ബേബിക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ജസ്റ്റ് ഇത് നോർമൽ പെയിനാണ്, എന്താ പറയുക ഡെലിവറി പെയിൻ വന്നാൽ മതി എന്ന് വിചാരിച്ച് പോയ ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഡോക്ടർ അഡ്മിറ്റ് ആക്കി. പെട്ടെന്ന് കേട്ട സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നു. കാരണം എനിക്ക് ഇനിയും വീട്ടിലേക്ക് തിരിച്ചു പോരാ എന്നുള്ളൊരു ആകാംക്ഷയിൽ വന്നിട്ട് ഡോക്ടർ അവിടെ പിടിച്ച് എന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നോട് എല്ലാവരും പറഞ്ഞു എന്തായാലും 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ എന്താ പറയുക ഡോക്ടർ വന്ന് മീൻസ് ഡോക്ടർ എന്തായാലും ഒന്നും പറഞ്ഞില്ല. ഡോക്ടറിനോട് പറഞ്ഞ് 5-ാം തീയതി രാവിലെ ഡോക്ടർ വരും. അപ്പോൾ ഞാൻ ഈവനിങ് ആയിരിക്കുന്നല്ലോ എത്തിയപ്പോൾ. അപ്പോൾ ഡോക്ടർ അപ്പോഴത്തേക്കിനും പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മോർണിംഗ് വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന്. അങ്ങനെയാണ് പിന്നെ 5-ാം തീയതി രാവിലെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ലേബർ പെയിൻ എന്നാണ് എനിക്ക് വന്നത്. അപ്പം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, എന്തായാലും നമുക്ക് ടാബ്ലറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെയിന് വരാനുള്ള ടാബ്ലറ്റ് എനിക്ക് ഞാൻ പ്രസവിച്ച് വരാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് രൂപ മാം എങ്ങനെയാണെന്ന്. എനിക്ക് ഒന്നും പറയാനില്ല ഡോക്ടറെ പറ്റി. ഡോക്ടറായിരുന്നു അവിടുത്തെ എൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഡെലിവറി പെയിൻ വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താവുമെന്ന്. ലേബർ റൂമിൽ നിന്ന് നഴ്സുമാർ ഒറ്റക്കെട്ടായി പറഞ്ഞ എന്നോട് ഒരേ ഒരു കാര്യമുള്ളൂ, രൂപ ഡോക്ടർ അല്ലേ, ബേജാറാവണ്ടെന്ന്. അതേപോലെ തന്നെ ആയിരുന്നു. നല്ല ബിഹേവിയറാണ് ഡോക്ടറിന്. ഞാനിവിടെ കാണിക്കുന്നത് മുതൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു മനസ്സിൽ. അതേപോലെ തന്നെ ലേബർ റൂമിലായാലും ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് PV ചെക്ക് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും ചോദിച്ചറിയാനൊക്കെ ഡോക്ടർ ബെസ്റ്റായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ടായാലും എന്നെ 2 ദിവസവും വാർഡിൽ വന്ന് നോക്കിയത് ഡോക്ടറാണ്. ഡോക്ടർ മാക്സിമം C-സെക്ഷൻ ഒഴിവാക്കിയിട്ട് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ശ്രമിക്കും. നല്ല ഡോക്ടറാണ്. ഇനി ഒരു സജഷൻ ഏത് ഡോക്ടറാണ് ഗൈനക്കോളജി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബെസ്റ്റ് ഡോക്ടർ ഗൈനക്കോളജി എനിക്ക് ഇക്ര ഹോസ്പിറ്റലിലെ രൂപ മാം തന്നെയാണ്. അതേപോലെ തന്നെയാണ് അവിടെയുള്ള ലേബർ റൂമിലെ നഴ്സുമാരായാലും എല്ലാവരും നല്ല ബിഹേവിയർ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് വികസനം വരുന്നുണ്ട് എന്ന്. കുറച്ച് നടന്നൊക്കെ പോരാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ നല്ലോണം നടക്കണം. ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിലെ കുറച്ച് ഗ്രൗണ്ടിലേക്ക് വന്നതാണ്. പിന്നെ വേദന ഇങ്ങനെ വന്നും പോയാണ് എനിക്ക് കളിക്കുന്നത്. കൺട്രാക്ഷൻ നല്ലോണം ഉണ്ട്, വയറിങ്ങനെ ടൈറ്റ് ആകുക, പിന്നെ കുറച്ച് നേരം ലൂസാവും. പിന്നെ വേദന മെയിൻ എനിക്ക് ഊരമെന്നാണ് കേട്ടോ വേദന, നല്ല വേദന ഊരമെന്നുണ്ട്. അപ്പോൾ ഈ വേദന കുറവുള്ള സമയം കുറച്ച് തോനെ നടക്കട്ടെ എന്ന് വിചാരിക്കും. നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. വേദന വന്നു പോകുന്നു ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വേദന വന്നു പോയി ഗായ്സ്. 5-ാം തീയതി രാവിലെയാണ് എനിക്ക് ഡോക്ടർ പെയിൻ കൂടാനുള്ള ടാബ്ലറ്റ് തരുന്നത്. അങ്ങനെ അന്ന് ഫുള്ള് ഞാൻ നോക്കി, പക്ഷെ അന്ന് എനിക്ക് പെയിന് വരുന്നുണ്ട്, പെയിനും അതിൻ്റെ കൂടെ തന്നെ കൺട്രാക്ഷനും എനിക്ക് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുന്നില്ല, സ്ട്രോങ് ആവുന്നില്ല. പെയിന് വന്നും പോയി കളിക്കാം. പക്ഷെ അന്ന് ദിവസം മൊത്തം എനിക്ക് അത്യാവശ്യം എന്താ പറയുക നമ്മുടെ പീരിയഡ്സിനൊക്കെ വരുന്ന പെയിനുമാതിരിയുള്ള ആ ഒരു ഇതുള്ളൂ. പിന്നെ ഡോക്ടർ എന്ത് ചെയ്തു, പിറ്റേന്ന് വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 സെൻറ്റിമീറ്റർ വികസനം ഉണ്ട്, നമുക്ക് എന്തായാലും ഇനി മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, മീൻസ് ഗ്ലൂക്കോസ് കൂടിയുള്ള മരുന്ന് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ എന്നെ ഡോക്ടർ ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ 8 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ മരുന്ന് വെച്ചു. ഇനി അങ്ങോട്ടാണ് എൻ്റെ യഥാർത്ഥ ഈ ലേബർ സ്റ്റോറി എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ എന്താ പറയുക കഷ്ടതയിലേക്ക് പോയ കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ ഫാമിലിയെ മൊത്തം ഞാൻ മുൾമുനയിൽ നിർത്തിയ കുറച്ച് നിമിഷങ്ങളാണ്. 8 മണിക്ക് എനിക്ക് മരുന്ന് വെച്ചു, 9 മണിയായി.
10 മണിയായി. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല പെയിൻ വന്നു. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മരുന്ന് ഇങ്ങനെ ഇവരിങ്ങനെ മരുന്നിൻ്റെ സ്ട്രോങ് ഇവരിങ്ങനെ കൂട്ടി എനിക്ക് തരുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത പെയിൻ എനിക്ക് വരുന്നുണ്ട്. 11 മണിയായി, 12 മണിയായി, 1 മണിയായി. ഈ 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഡള്ളായിട്ടുണ്ട്. ഈ ഞാൻ പച്ച മലയാളത്തിൽ നമ്മൾ പറയല്ലോ, പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതിലും വലിയ പെയിൻ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ മരണവേദന ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഞാൻ അത്ര അങ്ങേയറ്റം ഞാൻ സഹിച്ചിട്ടുണ്ടോ. 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നന്നായിട്ട് ഡള്ളായിട്ടുണ്ടെന്ന് പറയാം. ഞാൻ ക്ഷീണിച്ച് അങ്ങ് എത്തി, ഞാൻ കുഴങ്ങി. എന്താ പറയുക, നമ്മൾ മരിച്ചു പോകാന്നൊക്കെ പറയില്ലേ. അപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ മരിച്ചു പോയില്ലെങ്കിൽ ഇത്രയും സമാധാനം. എനിക്ക് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഒരാൾക്ക് കയറാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മക്കോ എൻ്റെ ഉമ്മക്കോ എൻ്റെ കൂടെ കയറാം. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയായിരുന്നു കയറിയത്. ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ ഉമ്മനോട് പറയുന്നുണ്ട്, എനിക്ക് മതി ഉമ്മ, എനിക്ക് എവിടേക്കെങ്കിലും പോയാൽ മതി, അല്ലെങ്കിൽ ഓപ്പറേഷൻ മതി ഉമ്മ, ഓപ്പറേഷൻ മതി. അപ്പം ഉമ്മ ചോദിക്കണ്ടേ, എവിടേക്കെങ്കിലും പോകാനാണോ നീ വന്നത്, നമുക്കിത് തീരുമാനമാക്കണ്ടേ. അങ്ങനെ എന്താ പറയുക, ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഏകദേശം ഡള്ളായി, ഞാൻ വീണിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ നല്ല ഉറങ്ങും, പിന്നെയും ഈ പെയിൻ വരും. അപ്പം അങ്ങനെ കഴിഞ്ഞ് ഒരു 3 മണി വരെ ഞാൻ ഫാമിലി എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നഴ്സുമാരൊക്കെ എന്തായി, നഴ്സുമാരോട് ഇവരിങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തായി. എല്ലാവരും നല്ല ടെൻഷനായിരുന്നു. കാരണം 7 മണിക്ക് എനിക്ക് മരുന്ന് വെച്ചിട്ട് 3 മണി വരെ ആ ഒരു പെയിന് ഞാൻ അനുഭവിച്ചെന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. ഒരു 3:30 ആയപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ഒരു കുഞ്ഞു മോന് പിറന്നു. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഒരാളെ എണീച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കട്ട് വരാം. ഒരു 5-6 മണിക്കൂർ കുറച്ച് ത്യാഗം ഞാൻ സഹിച്ചിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാ നല്ലൊരു ബേബി എനിക്ക് പടച്ചവൻ തന്നു. പിന്നെ നമ്മൾ തമാശയിലൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് നോർമൽ ഡെലിവറി. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഈ സുഖപ്രസവം എന്ന് പേരിട്ടോലില്ലേ, ഓലെൻ്റെ കൈ കിട്ടിയ ഒന്നെൻ്റെ കൈ കൊണ്ടു തരണേ. ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് സുഖപ്രസവം എന്ന്. ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, ഈ ലേബർ റൂമിൽ നിന്നും മരണത്തിലേക്കൊരു യാത്ര, മരണത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളു. റെഡി മരണത്തിൻ്റെ ആ പാലം തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്നെ വാർഡിലേക്ക് മാറ്റി. മോനാണ്, സോറി. ഇങ്ങോട്ട് നോക്കണ്ട്, കണ്ണൂർ നോക്കണ്ട്. വാർഡിലെത്തിയപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചിൻ്റെ കുറച്ച് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേബി ഓക്കെയാണ്. ബേബിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി, ബേബിൻ്റെ വെയിറ്റും പിന്നെ നമ്മുടെ കണ്ണ് കാത് മുഖം അങ്ങനെ ബേബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ പിറ്റേന്ന് ഡോക്ടർ വന്ന് ഡോക്ടർ എന്നെ നോക്കി. ഡോക്ടർ പറഞ്ഞു അമ്മക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, നാളെ തന്നെ ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ബേബിക്ക് കുറച്ച് വാക്സിനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വാക്സിനൊക്കെ കൊടുത്തു. ഞങ്ങൾ 8-ാം തീയതി ഞങ്ങൾ ഡിസ്ചാർജായി. ഇന്നിപ്പോൾ 11-ാം തീയതിയാണ്. ഇന്നിപ്പോൾ എനിക്ക് മോനെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും മോനെ കാണിച്ചു വന്നു, എന്നെയും കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ സ്റ്റോറി. വലിയ കഥയൊന്നുമില്ല, എന്നാലും എന്താ പറയുക, എല്ലാവരും കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റോറി ഇട്ടത്. പിന്നെ കുറേ പേര് ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യം. അത് ഹോസ്പിറ്റലിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ, ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ കൊണ്ടുപോയത്. അത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലേബർ റൂമിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ലേബർ റൂമിലേക്ക് ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോരുത്തർ സാധനങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ കാണിച്ചത് കോഴിക്കോടുള്ള നമ്മുടെ മലപ്പറമ്പുള്ള ഇക്ര ഹോസ്പിറ്റലാണ്. അവിടെ അവർ ലേബർ റൂമിലേക്ക് ചോദിച്ചത് ഒരു വൈറ്റ് തുണിയും പിന്നെ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു എണ്ണ, ചെറിയൊരു പാരച്ചൂട്ടിന് ഒരു വെളിച്ചെണ്ണയാണ് ചോദിച്ചത്. ബാക്കിയൊക്കെ അവർ ബേബിൻ്റെ സ്നാഗും എൻ്റെ ഡയപ്പറും ബാക്കിയുള്ള എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ലേബർ റൂമിൽ നിന്നാണ് അവരെന്നാണ് ചെയ്തത്.
പിന്നെ ഞാൻ പുറത്ത് നമ്മൾ അത് കഴിഞ്ഞ് ലേബർ റൂം നമ്മുടെ ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വാർഡിലേക്ക് മാറ്റാനുള്ള ഡ്രസ്സാണ്. പിന്നെ സാധാ നെറ്റീവ് കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ കൊണ്ടുതന്നതാണ്. അപ്പോൾ ലേബർ റൂമിലേക്ക് ഇതാണ് ഇക്ര ഹോസ്പിറ്റലിൽ വേണ്ടത്. ബാക്കിയുള്ള ഹോസ്പിറ്റലിലൊക്കെ ചിലവർ പറയും എന്താ പറയുക കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ എന്താ ഓരോ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ വീഡിയോയിൽ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.